നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അടിപൊളി റിവിഷൻ വീഡിയോസ് ആണ്. അങ്ങോട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് പോകാത്ത രീതിയിൽ ഫുൾ മാർക്ക് മേടിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ്. നമ്മൾ ചാപ്റ്ററുകളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. 7 ചാപ്റ്ററുകളും പഠിപ്പിച്ച് നിങ്ങളുടെ പ്ലേലിസ്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. എല്ലാ ചാപ്റ്ററും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഇനിയുള്ളതിന്റെ പ്രത്യേകത ഞാൻ അങ്ങോട്ട് ആദ്യം പറയാം. ഇനി നമുക്ക് ഓരോ ദിവസവും നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിനെ ആൻസർ ചെയ്യുന്ന രീതികളും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിനെ ആൻസർ ചെയ്യുന്ന രീതികളും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണും. ഇങ്ങനെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ഈ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ 10ാം ക്ലാസ്സുകാർക്ക് ഫിസിക്സിന് ഉറപ്പിക്കാം ഫുൾ മാർക്ക്. ആ രീതിയിൽ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് കുറേ വീഡിയോസ് കിട്ടുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. എല്ലാത്തിനും നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് മാക്സിമം വീഡിയോസ് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം വീഡിയോസ് ഗിരീഷ് മാഷ് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഒരു കാര്യം കൂടി, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെയാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇവിടെ എഴുതിയേക്കുന്ന തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ്. പിന്നെന്തോ വേണം? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, വിത്ത് ആൻസേഴ്സ് ആണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് നല്ലപോലെ കയറാം. നല്ല വൃത്തിയായിട്ട് അത് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കണക്കുകളായിക്കോട്ടെ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കാം. പവറേഷ് അല്ലേ? ഓക്കെ വാ. നമുക്ക് 2020 2 ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് തുടങ്ങാം. 2020 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The order of various colors observed in the spectrum of sunlight is given below. Choose the correct order. എന്ന് പറഞ്ഞാൽ നമ്മള് സ്പെക്ട്രം, വർണ്ണങ്ങളുടെ സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ തരംഗ ദൈർഘ്യം കൂടുതലും തരംഗ ദൈർഘ്യം കുറവുള്ള കളറും വേവ് ലെന്ത് കൂടിയതും വേവ് ലെന്ത് കുറവുള്ള കളേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് കറക്റ്റ് ഓർഡറിൽ നമുക്ക് ഇതിന് ഏതാണ് കറക്റ്റ് ഓർഡറിലുള്ള ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളറിന്റെ കൃത്യമായിട്ടുള്ള ഓർഡർ. ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, റെഡ് അവനൊരു ഭാഗമാണ്, ഒരു ഓർഡറാണ്. ബി വയലറ്റ്, ബ്ലൂ, യെല്ലോ, റെഡ്. വയലറ്റ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ബ്ലൂ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ട് കറക്റ്റ് ഓർഡർ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യമേ അങ്ങ് ഇങ്ങനൊരു പരിപാടി എഴുതിയേക്കണം. വിത്ത് ജി ഓർ എന്നങ്ങ് എഴുതിയേക്കണം. വിത്ത് ജി ഓർ. ഇനി നിങ്ങൾ നോക്കിയേ, വയലറ്റ് ഇവിടെ രണ്ടിടത്തും വയലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ ബ്ലൂ ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇങ്ങനെ വരുന്നത് നോക്കിയേ, വയലറ്റ്, ബ്ലൂ, യെല്ലോ, ഓക്കെ, റെഡ്. ഇതൊരു ഓർഡർ ഉണ്ട്. ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. വേറൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂ, വയലറ്റ്, പിന്നെ മണ്ടയ്ക്കോട്ട് കയറി, പിന്നെ താഴോട്ട് വന്നു, അത് പോയി, ആ ഓർഡർ തെറ്റി. ഇനി വയലറ്റ്, യെല്ലോ, പിന്നെ മുകളിലോട്ട് പോയി ബ്ലൂ, പിന്നെ താഴോട്ട് വന്നു ഗ്രീൻ. ആ ഓർഡർ ഒന്നും പറയില്ല, കറക്റ്റ് ഓർഡർ ആയിരിക്കണം. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, അവിടെയും പോയി. കറക്റ്റ് ഉത്തരം നാണ്ടിതല്ലേ? വയലറ്റ്, ബ്ലൂ, യെല്ലോ, റെഡ്. വയലറ്റ്, ബ്ലൂ, യെല്ലോ, റെഡ്. കറക്റ്റ് ഓർഡറിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഉത്തരം. 2020 മാർച്ച് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 products obtained when coal is distilled in the absence of air. എയറിന്റെ ആബ്സെൻസിൽ ഞാൻ പഠിപ്പിച്ചാണ്. എയറിന്റെ ആബ്സെൻസിൽ കോള് ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്ട്സ്, എനി 2 products ആണ് പറയുന്നത്. നമുക്ക് രണ്ടാക്കണ്ട. അന്നേരം കൽക്കരിയെ നമ്മൾ വായുവിന്റെ അഭാവത്തിൽ നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ, ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതൊക്കെ തരം പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. എളുപ്പമാണ്. ഒരു ടിപ്പും ട്രിക്കും ഞാൻ പറഞ്ഞതാണ്. C³ എന്ന് ഓർത്തിരിക്കുക. C³
എന്താണ് സി ക്യൂബ് എ? നമ്മൾ ഓർത്തിരിക്കുക, സി ക്യൂബ് എന്ന് പറയുമ്പോൾ 3 സി വരുന്നുണ്ട്. അതിനകത്ത് കോൾ ഗ്യാസ്, അടിപൊളി, കോൾ ടാർ, കോക്ക്. അന്നേരം 3 സി ആയല്ലോ, സി ക്യൂബായി. എ എന്ന് പറയുന്നത് അമോണിയ. അന്നേരം ഒരു ടിപ്പായില്ലോ നിങ്ങൾക്ക്, ടിപ്പായി. സി ക്യൂബ് എ എന്ന് പറഞ്ഞാൽ കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. എ എന്ന് പറഞ്ഞാൽ അമോണിയ. അന്നേരം എയറിന്റെ, വായുവിന്റെ അഭാവത്തിൽ നമ്മൾ കൽക്കരിയെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം, അല്ലയോ? എയറിന്റെ ആബ്സെൻസിൽ കോളിനെ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്, അമോണിയ. അന്നേരം ഇത് രണ്ടും 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കത്തില്ല, നല്ല ചോദിക്കാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അതിനോടൊപ്പം നമുക്ക് കണക്കുകളും ചെയ്ത് പഠിക്കണം. 2 ക്വസ്റ്റ്യൻ പോയി, 2 ക്വസ്റ്റ്യൻ അടിപൊളിയായി, ഇൻട്രോ സൂപ്പറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, എന്നാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കണക്കാണ്. അടിപൊളിയാണ് കേട്ടാ. നോക്കാം. An electric heater of resistance 230 ohm. ഒരു ഇലക്ട്രിക് ഹീറ്റർ, അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് 230 ഓം ആണ്, 230 ഓം ആണ്. ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. അത് കണക്ട് ചെയ്തേക്കുന്നത് 230 വോൾട്ട് സപ്ലൈയിലാണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ ഇറ്റ് ഇൻ 1 സെക്കൻഡ്. ഇവിടെ 1 സെക്കൻഡ് ഉണ്ട് കേട്ടോ. അന്നേരം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചാടി പറയേണ്ടതാണ് ഏത് നിയമമാണ്? ജൂൾ നിയമം അനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ തന്നേക്കുന്നു എന്ന് വൃത്തിയായിട്ട് എഴുതുക. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം സൂചിപ്പിക്കുന്ന അക്ഷരം R ആണ്. R ആണ് റെസിസ്റ്റൻസ്. 230 ഓം. R ഈക്വൽ, ഇത് ഇങ്ങനെ എഴുതുന്നതിനൊക്കെ മാർഗമുണ്ട് കേട്ടോ. ഒരു രീതിയിലും കണക്കിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു മേടിച്ചോണം, അത്ര എളുപ്പമായിരിക്കും. ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ട്. അന്നേരം വോൾട്ടത അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് 230 വോൾട്ട്. നമ്മൾ രണ്ടും 230 കേട്ടോ, സെയിം പിച്ച. ഇനി കാൽക്കുലേറ്റ് ദി ഹീറ്റ് എനർജി പ്രൊഡ്യൂസിങ് ഇൻ 1 സെക്കൻഡ്. ടൈം തന്നിട്ടുണ്ട്, 1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ താഴെ എഴുതി പോവുക, ഞാൻ ഇങ്ങനെ സൈഡ് എഴുതി നോക്കണം. നിങ്ങൾ താഴെ എഴുതാം, ഇങ്ങനെ മാർജിനിലോ ഇങ്ങനെ വരച്ചൊന്നും എഴുതരുത് കേട്ടോ. ഇനി ഹീറ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്ത് V ഉണ്ട്, T ഉണ്ട്, R ഉണ്ടെങ്കിൽ നമുക്ക് V സ്ക്വയർ T ബൈ R, V സ്ക്വയർ T ബൈ R. H is equal to V സ്ക്വയർ എന്ന് പറഞ്ഞാൽ, V എന്ന് പറഞ്ഞാൽ 230 ആണ്. V സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 230 into 230 into ടൈം. T എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്, അപ്പൊ 1 ആണ്. ബൈ R എന്ന് പറയുന്നത് പ്രതിരോധം 230 തന്നിട്ടുണ്ട്. ഇത് വെട്ടിക്കളിക്കാൻ നല്ലതാണ്. 230 വെട്ടിപ്പോയി. 230 ഗുണം 1, 230 ഗുണം 1 എന്ന് പറഞ്ഞാൽ 230 തന്നെ. അന്നേരം H is equal to 230. ഇവിടെ വരെ എഴുതിയാൽ ശരിയാണോ തെറ്റാണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇത്രയും വരെ എഴുതിയാൽ ശരിയാണ്. ഇത്രയും വരെ ഉത്തരം വരെ എഴുതി, ശരിയാണോ തെറ്റാണോ? ശരിയാണ്, പക്ഷെ പൂർണ്ണമല്ല, കംപ്ലീറ്റ് അല്ല. കാരണം അറിയോ, അതിന്റെ യൂണിറ്റ് എഴുതിയില്ല. ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. ഇപ്പൊ അടിപൊളി, ഇപ്പൊ സൂപ്പറായി. വരച്ചൊരു സുഖമില്ല. ഇപ്പൊ സൂപ്പറായി. ഇങ്ങനെ വേണമെന്നുണ്ടോ? എന്ത് രസമായിട്ട് നമ്മൾ റോൾ ചെയ്യും അല്ലേ? കണക്കുകൾ ഇങ്ങനെയാണ്. ഇനി അടുത്തത് അറേഞ്ച് ദി ടേബിൾ സ്യൂട്ടബിളി. ഈ ടേബിൾ ആണ് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യണം അല്ലെ? കസേരയൊക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മളെ ഒരു മാസീവ് ഫോളോയിങ് ആണ്. നമ്മളെ കസേരയൊക്കെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ അവിടെ ഇവിടെ കിടക്കുന്നവർ കിടക്കുക, നമ്മളതിനെല്ലാം വൃത്തിയായിട്ട് യോജിപ്പിക്കാൻ പോവാം. നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. എൻഡോസ്കോപ്പ്, ഒരു വശത്ത് എൻഡോസ്കോപ്പ്, ബ്ലൂ കളർ ഓഫ് ദി സ്കൈ, റെയിൻബോ. എൻഡോസ്കോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നതിന്റെ കാര്യം. റെയിൻബോ, മഴവില്ല്, ഇതെല്ലാം ഒരറ്റത്ത്. ഇപ്പുറത്തറ്റത്ത് സ്കാറ്ററിംഗ്, വിസരണം, ഡിസ്പെർഷൻ, പ്രകീർണം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിരോധം. ഇതെല്ലാം ഉണ്ട് ഒരു സൈഡ്. നിങ്ങൾ ആലോചിക്കുന്നത് അത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റെയിൻബോ, ഡിസ്പെർഷൻ. യഥാർത്ഥ ആൻസർ എഴുതുന്നത് എങ്ങനെ അറിയാമോ? നിങ്ങൾ ആൻസർ എഴുതുമ്പോഴും ഇതുപോലൊരു കോളം ഇങ്ങനെ വരയ്ക്കണം.
എന്നിട്ട് ഇങ്ങനെ എഴുതണം റെയിൻബോ. അതാണ് കറക്റ്റ് മാർക്ക് കിട്ടുന്ന രീതി കേട്ടോ. റെയിൻബോ അതിന്റെ നേരെ അതിന്റെ ആൻസർ ഡിസ്പെർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. എന്നിട്ട് അടുത്തത് ബ്ലൂ കളർ ഓഫ് ദി സ്കൈ. ആകാശം നീലർത്ത് കാണപ്പെടാനുള്ള കാരണം സ്കാറ്ററിങ് അല്ലേ വിസരണമാണ്. അന്നേരം ബ്ലൂ കളർ ഓഫ് ദി സ്കൈ അതിന്റെ നേരെ എഴുതണം സ്കാറ്ററിങ്. അതുകൊണ്ട് എന്ത് രസം ഇങ്ങനെ മാറിങ്ങനുണ്ടല്ലോ, ഒഴുകി വരും. അടുത്ത എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എൻഡോസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, ഇതെല്ലാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അന്നേരം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മള് അടിപൊളിയായിട്ട് അടുത്ത 2 ചോദ്യങ്ങൾ ചെയ്തു. ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കുമ്പോണ്ടല്ലോ കുറേ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇതിൽ നിന്ന് മികവുള്ള എല്ലാം പരീക്ഷയ്ക്ക് വയ്ക്കും. ചോദിക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് മാർക്ക് കിട്ടും. എല്ലാം പഠിക്കുക, എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ചെയ്തുകൂടെ പഠിച്ചാണല്ലോ പടാ. നമ്മൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ വാ. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് കടക്കാം. റൈറ്റ് എനി 2 ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. പരീക്ഷയ്ക്ക്, പൊതുപരീക്ഷയ്ക്ക്, പബ്ലിക് എക്സാം ഉറപ്പിക്കാം മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറും ചലിക്കും ചുരുൾ മൈക്രോഫോണും ഉറപ്പായിട്ടും അതിൽ നിന്നൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. 100% 100%. ഇത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ 2 പ്രധാന ഭാഗങ്ങൾ പറയാൻ പറഞ്ഞേക്കാണ്. റൈറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. എന്ത് തത്വം ഉപയോഗിച്ചാണ് ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? അത് നമുക്ക് ആദ്യം അതിലോട്ട് കിടക്കാം. ആൻസർ എ. ഒരുപാട് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ഫീൽഡ് മാഗ്നറ്റ്, ഫീൽഡ് കാന്തമുണ്ട്, ഡയഫ്രം ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്. എനി 2 പാർട്സ് എന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് വോയിസ് കോയിൽ പറയാം, ഡയഫ്രം പറയാം, ഫീൽഡ് മാഗ്നറ്റ് പറയാം. അങ്ങനെ 2 മതി. വോയിസ് കോയിലും ഡയഫ്രം. അതൊക്കെ ആയല്ലോ. അതൊക്കെ അടുത്ത റൈറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഇതും 1 മാർക്കിന്റെ ചോദ്യമാണ്, ഇതും 1 മാർക്കിന്റെ ചോദ്യമാണ്. അന്നേരം ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവർത്തന തത്വം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അന്നേരം വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ തത്വം ഉപയോഗിച്ചാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മോട്ടോർ പ്രിൻസിപ്പിൾ മാത്രം എഴുതിയാൽ മതി. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആ തത്വം കൃത്യമായിട്ട് എഴുതുക. ഇത് 1 മാർക്കിന് മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോട്ടോർ തത്വം എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പഠിപ്പിച്ചപ്പോഴും വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ റൈറ്റ് എനി 2 മെത്തേഡ്സ്. ഏതെങ്കിലും 2 മെത്തേഡിൽ ടു പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഇൻ ദി കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അന്നേരം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഷോക്ക് ഏറ്റ് ഒരാൾ കിടക്കുവാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുവാണെങ്കിൽ ആദ്യം ശരീരമെല്ലാം ഒന്ന് മസാജ് ചെയ്യുക. മസാജിങ് ദി ബോഡി, മസാജ് ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്യുക. ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. എന്നിട്ട് കൈകാലുകൾ ചെയ്യുക, ശരീരം മൊത്തം മസാജ് ചെയ്യുക. ഹോസ്പിറ്റലിൽ ഇതെല്ലാം ചെയ്തതിനു ശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിന് ശേഷം ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് 2 എണ്ണം. ഒന്ന് നമ്മുടെ കൈകാലുകളൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. പിന്നെ 2 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. ഈ 2 പോയിന്റ് കൃത്യമായിട്ട് ഇടുക. ഇതെല്ലാം മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് വീണ്ടും കിടക്കാം അടുത്ത ചോദ്യങ്ങളിലേക്ക്. 6 എണ്ണമായി. നമ്മുടെ ലക്ഷ്യം 10 ചോദ്യങ്ങളും 10 ഉത്തരങ്ങളുമാണ്. ഇങ്ങനെ നമ്മൾ കുറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബൂസ്റ്റ് ആവും, പവർ ആവും. നമുക്ക് പരീക്ഷയ്ക്ക് ഞങ്ങൾ മേടിച്ചോണ്ടേ പോത്തുള്ളൂ. അതല്ലേ, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ. നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫിലമെന്റ് ഇൻ ഫിലമെന്റ് ലാംപ്സ്. വൈ?
അങ്ങനെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. 3 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് SSLCക്ക് ഉറപ്പുള്ള 3 ചോദ്യങ്ങൾ. ഒന്ന് നിക്രോമിനെ പറ്റി ചോദിക്കാം, ടങ്സ്റ്റനെ പറ്റി ചോദിക്കാം, സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് ചോദിക്കാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പബ്ലിക് എക്സാമിന് ഈ വർഷം ഉറപ്പാണ്. ഏതൊക്കെയാണ്? നിക്രോം, ടങ്സ്റ്റൻ, സേഫ്റ്റി ഫ്യൂസ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. നിക്രോമിന്റെ ചോദ്യം ഇതാണ്: നിക്രോമിനെ എന്തുകൊണ്ട് ഒരു ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല? നല്ലൊരു ചോദ്യമാണ്. നിക്രോമിന്റെ പ്രോപ്പർട്ടീസോ നിക്രോമിന്റെ പ്രത്യേകത അല്ലേ ചോദിച്ചേ. നിക്രോമിനെ എന്തുകൊണ്ട് ഫിലമെന്റ് ലാമ്പിൽ നല്ല വെളിച്ചം കിട്ടാൻ എന്തുകൊണ്ട് നിക്രോമിനെ ഉപയോഗിക്കുന്നില്ല? കാരണം നിക്രോം റിമെയിൻസ് റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം. ചുട്ടുപഴുത്ത് ഒരുപാട് സമയം നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. അതുകൊണ്ട് വൈറ്റ് ലൈറ്റ്, ധവളപ്രകാശം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് എടുക്കാനുള്ള കഴിവ് ഏതിനില്ല? നിക്രോമിനില്ല. അത് നോക്കി ഉത്തരം ഞാൻ എഴുതിയിട്ടുണ്ട്. നിക്രോം ക്യാൻ റിമെയിൻ റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് വൈൽ ഹീറ്റിംഗ് ഇറ്റ്. അതുകൊണ്ട് ഒരു ഫിലമെന്റിൽ നമുക്ക് ഫിലമെന്റ് ലാമ്പിൽ എങ്ങനെ നിക്രോം ഉപയോഗിക്കാൻ പറ്റും? കാരണം അത് ചുട്ടുപഴുത്ത് നിൽക്കത്തേ ഉള്ളൂ. ഒരിക്കലും വൈറ്റ് ലൈറ്റ്, ധവളപ്രകാശം കിട്ടത്തില്ല. റെഡ് ഹോട്ട് ഫോർ എ ലോങ് ടൈം, ചുട്ടുപഴുത്ത് ഏറെ സമയം നിൽക്കും. പക്ഷെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് വൈറ്റ് ലൈറ്റ് കിട്ടത്തില്ല. ഏതിനെ? നിക്രോമിന്. അതുകൊണ്ടാണ് നിക്രോം ഫിലമെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്. ഇനി ഗീവ് 2 സജഷൻസ് ഫോർ റെഡ്യൂസിങ് എനർജി ക്രൈസിസ്. ഇതൊക്കെ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് എയ്ഡും ഊർജ പ്രതിസന്ധി മാറ്റാനുള്ള, എനർജി ക്രൈസിസ് മാറ്റാനുള്ള സജഷൻസും ഒക്കെ. എന്തൊക്കെ സജഷൻസ്? ഇഷ്ടംപോലെ സജഷൻസ് നമുക്ക് പറയരുതോ? ഒന്ന്, നമുക്ക് മിനിമം യൂസേജ് ഓഫ് വാട്ടർ, വെള്ളവും വൈദ്യുതിയൊക്കെ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുക. വാഹനങ്ങൾ നിയന്ത്രിച്ച് വളരെ കുറച്ച്, ആവശ്യത്തിനനുസരിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക, അല്ലേ? പിന്നെ ഊർജം, ഏതുതരം ഊർജമായാലും വളരെ കാര്യമായിട്ട്, ചുമ്മാതെ സ്വിച്ച് ഇട്ടോ ഒക്കെ ചുമ്മാതെ കറണ്ട് ബില്ല് കൂട്ടുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഇതാണ്. അന്നേരം എനർജി ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആവശ്യമായിട്ട് നമ്മൾ സോളാർ ഊർജ്ജം ഉപയോഗിക്കുക, കൂടുതൽ സൗരോർജം കൂടുതലായിട്ട് ഉപയോഗിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക്കായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിലും പ്രൈവറ്റിലും ഒക്കെ ബസ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ക്രൈസിസ് ഉറപ്പായിട്ട്, ഊർജ്ജ പ്രതിസന്ധി നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒന്നല്ല, ആയിരക്കണക്കിന് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ പോയിന്റുകൾക്ക് മാർക്കുള്ള പോയിന്റുകളായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും എഴുതി വെക്കരുത്. അന്നേരം ഇഷ്ടംപോലെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് 2 എണ്ണം എഴുതാം, അല്ലെങ്കിൽ 4 എണ്ണം എഴുതാനാണെങ്കിൽ 4 എണ്ണം എഴുതാം. ഇപ്പൊ നമ്മൾ 6 2 8 ക്വസ്റ്റ്യനായി. ഇനി നമുക്ക് ഇനി 2 ക്വസ്റ്റ്യനോട് പോകുമ്പോഴത്തേന് 10 ക്വസ്റ്റ്യൻ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ പഠിച്ചു. ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഉറങ്ങരുത് കേട്ടോ. ഇനി അടുത്ത 2 ക്വസ്റ്റ്യനിലേക്കും, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചതാണ്. അതായത് നമ്മൾ ഈ 2 ക്വസ്റ്റ്യനോട് കൂടി 10 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു. ഇങ്ങനെ 10 ചോദ്യങ്ങൾ നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കൂടുതൽ കിട്ടും കേട്ടോ, ഉറപ്പാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണക്കാണ്, പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. A filament lamp designed to work at a potential difference of 250 volt. ഒരു ഫിലമെന്റ് ലാമ്പിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 250 വോൾട്ട് ആണ്. ഹാസ് പവർ, അതിന്റെ പവർ എന്ന് പറയുന്നത് 100 വാട്ട് ആണ്, 100 വാട്ട് ആണ്. വാട്ട് വിൽ ബി ദി പവർ ഓഫ് ദി ലാമ്പ് വെൻ കണക്റ്റഡ് ടു 100 വോൾട്ട് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ആ പവറിന്റെ, ആ ലാമ്പിന്റെ പവർ കണ്ടുപിടിക്കണം 100 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ. ഏകദേശം നമുക്ക് കൃത്യമായിട്ട് എഴുതാം. വി എന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട് എന്ന് പറയുന്നത് 250 വോൾട്ട് ആണ്. പവർ തന്നിട്ടുണ്ട് 100 വാട്ട്. എല്ലാത്തിനും നിങ്ങൾ യൂണിറ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറി പോകും കേട്ടോ. ഇനി നമുക്കറിയാവുന്ന പവറിനുള്ള ഇക്വേഷൻ P=V²/R. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ്, പ്രതിരോധം കണ്ടുപിടിക്കാം. എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് R=V²/, ഇതാണ് ഈ ആറിനോട്ട് പി എന്ന് പറയുന്നത്. R=V²/P. R=V എന്ന് പറഞ്ഞാൽ 250 ആണ്. V² എന്ന് പറഞ്ഞാൽ 250 × 250, 250 × 250
പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അന്നേരം ആണ്ടെ ഈ ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി. വെട്ടി കളിക്കാൻ അടിപൊളിയാണ്. ഇനി 25 × 25, 25 × 25, 625. 6 എന്ന് പറയുന്നത് 625. 6ന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അവിടെ തെറ്റിക്കരുത്. 6 എന്ന് പറയുന്നത് 625 ഓം ആണ്. ഇനി പവർ കണ്ടുപിടിക്കാൻ നമുക്ക് പവറിൽ കണ്ടുപിടിക്കേണ്ട പവർ ഓഫ് ദി ലാമ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. P = V²/R. V തന്നിട്ടുണ്ട് നമുക്ക് 100 വോൾട്ട്. അന്നേരം V 100 വോൾട്ട് എന്ന് എഴുതി. R നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നുകൂടെ എഴുതി 625 ഓം. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P = V² എന്ന് പറഞ്ഞാൽ 100 × 100/R എന്ന് പറഞ്ഞാൽ 625 അല്ലെങ്കിൽ 625. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായും 16 വാട്ട് പവറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടാണ്. ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്തു പഠിക്കണം. ഇത്രയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സംശയം, സാർ ഇതുവരെ ഇതിനകത്ത് ഒരു ചോദ്യം പോലും പ്രകാശത്തിന്റെ അപവർത്തനമോ പ്രതിഫലനമോ റിഫ്രാക്ഷനെ കുറിച്ച് ചെയ്യിപ്പിച്ചില്ല. അതിനുവേണ്ടി ഒരു ചോദ്യം പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഉൾപ്പെടുത്തും. ഇപ്പോൾ ഒരു സാമ്പിൾ പിടിക്കട്ടെ. വാട്ട് ഈസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ പ്ലെയിൻ മിറർ? സാധാരണ ഒരു മിററിന്റെ ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? അവിടെ വെച്ച് തീർന്നു. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഇൻഫിനിറ്റി ആണ്, അനന്തതയിലാണ്. ഒരു പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ അനന്തതയിലാണ് അതിന്റെ ഉത്തരം. അനന്തതയിൽ, ഇൻഫിനിറ്റി. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഏകദേശം ഒരു ഐഡിയ നമ്മൾ പബ്ലിക് എക്സാമിന്റെ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് റിവിഷൻ ക്ലാസ് നടത്തുമ്പോൾ അതിനോടൊപ്പം എന്നോടൊപ്പം നിങ്ങളോട് വരണം. അതിനോടൊപ്പം റിവൈസ് ചെയ്ത് പോയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ദിവസം റിസൾട്ടൊക്കെ വിട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടിയവരുടെ മാർക്ക് ഇടുമ്പോൾ സന്തോഷമുണ്ടല്ലോ. അത് പറഞ്ഞങ്ങോട്ട് മനസ്സിലാകത്തില്ല. അന്നേരം നമ്മൾ അടിപൊളിയാകും, സൂപ്പറായിരിക്കും. അന്നേരം അതിനുവേണ്ടി നല്ല കഷ്ടപ്പെടുക. മാക്സിമം ഹാർഡ് വർക്ക് ഈക്വൽ മാക്സിമം മാർക്ക്. നമ്മുടെ +2കാരുടെയും +1കാരുടെയും നമ്മുടെ സ്ഥിരം ടാഗ് ലൈൻ അതാണ്. മാക്സിമം പവറും വരട്ടെ. ബൈ ബൈ, സീ യു. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ വാ.